കാരുണ്യത്തെ കുറിച്ച് അവൻ അറിഞ്ഞിരിക്കണം. അല്ലാഹു ആരാണ്, അല്ലാഹുവിന്റെ കാരുണ്യം എന്താണ്. ഒരു മനുഷ്യൻ അറിഞ്ഞിരിക്കണം. ഈമാനുള്ളവൻ, വിശ്വാസമുള്ളവൻ, അല്ലാഹുവിൽ കൊണ്ട് വിശ്വസിക്കുന്നവൻ, മുസ്ലിമാണെന്ന് പറഞ്ഞു നടക്കുന്നവന് അവൻ അല്ലാഹുവിന്റെ കരുണയെ കുറിച്ച് അവൻ അറിഞ്ഞിരിക്കണം. അവൻ നിരാശപ്പെടാൻ പാടില്ല എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ എത്ര വലിയ പ്രയാസമാകട്ടെ, എത്ര വലിയ ഭയാനകമായ രോഗമാകട്ടെ, എന്തൊക്കെ സംഭവിച്ചാലും നിരാശ നമ്മുടെ ജീവിതത്തിൽ വേണ്ട, നിരാശ നമ്മുടെ ജീവിതത്തിൽ വേണ്ട. നമ്മുടെ അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് വിദൂരമല്ല. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, നിരാശയാർക്കം നിറയുമോ, നിരാശയാർക്കം നിറയുമോ, വിശ്വാസിക്ക് നിരാശയില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വല്ലദീന കഫറൂ ബിആയാതില്ലാഹി വലിഖാഇഹി ഉലൈക യഅസൂന മിർ റഹ്മതി വഉലൈക ലഹും അദാബുൻ അലീം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അത് സത്യനിഷേധികളുടെ സ്വഭാവമാ. നിരാശ ജീവിതത്തിൽ വെക്കല്, ജീവിതത്തിൽ നിരാശ വെക്കല് അത് മുഅ്മിനിന്റെ അടയാളമല്ല, അത് ഈമാനുള്ളവന്റെ അടയാളമല്ല, അത് അല്ലാഹുവിൽ വിശ്വസിക്കുന്നവന്റെ അടയാളമല്ല, മരണവും പരലോകവും ഉണ്ടെന്ന് വിശ്വസിക്കുന്നവന്റെ അടയാളമല്ല. ജീവിതത്തിൽ നിരാശയുണ്ടാകുന്നത്, അല്ലാഹുവിന്റെ കരുണയിൽ നിന്ന് അകന്നു പോകുന്നത്, ആശ അറ്റുപോകുന്നത്, അത് സത്യനിഷേധിയുടെ അല്ലാഹുവിനെ മറന്നു നടക്കുന്നവന്റെ ഗുണമാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പരിചയപ്പെടുത്തുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ്, എന്റെ വഅദ് കേൾക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ, രോഗങ്ങളില്ലാത്തവരില്ല, കടങ്ങളില്ലാത്തവരില്ല, ജീവിതത്തിൽ പ്രയാസങ്ങളില്ലാത്തവരില്ല. ഒന്നിനു പുറകെ ഒന്നൊന്നായി എന്തെങ്കിലും ജീവിതത്തിൽ പ്രയാസമുള്ളവരാ. ഒരിക്കലും അല്ലാഹുവിനെ കുറ്റം പറയരുത്, ഒരിക്കലും അല്ലാഹുവിനെ കുറ്റപ്പെടുത്തരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ എത്ര വലിയ പ്രയാസം വന്നാൽ, എത്ര ഭയാനകമായ പ്രതിസന്ധി വന്നാൽ നിങ്ങൾ നിരാശരാകല്ലേ. വിവാഹം കഴിഞ്ഞു 10 വർഷം 15 വർഷമായിട്ട് മക്കളില്ലാതെ കണ്ണുനീര് കുടിക്കുന്ന പെങ്ങള്, പടച്ചവരെ ഒരുപാട് പേരുണ്ടല്ലോ, 20 വർഷം 25 വർഷമായിട്ട് മക്കളില്ലാത്തവർ. പടച്ചവനെ അവർ പറയുന്ന മറുപടി എന്തെന്നറിയുമോ? എല്ലാ മരുന്നുകളും കഴിച്ചു, ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചു, പച്ചമരുന്ന് കഴിച്ചു, എല്ലാ മരുന്നുകളും കഴിച്ചവർ പറയുന്നത് എന്തെന്നറിയുമോ? പ്രായമായില്ലേ, ഇനി മക്കളുണ്ടാകില്ലല്ലോ. ജീവിതത്തിൽ നിരാശയാ, ജീവിതത്തിൽ നിരാശയാ. മക്കളില്ലാത്ത ദാമ്പത്യ ജീവിതം നയിക്കുന്നവർ, മക്കളില്ലാത്ത എന്റെ പ്രിയപ്പെട്ടവര്, നിങ്ങളുടെ ജീവിതത്തിൽ നിരാശ വരരുത്, നിരാശ വരരുത്. നിരാശ വന്നാൽ അല്ലാഹുവിന്റെ സഹായം അവിടെ നിന്ന് നഷ്ടപ്പെടുകയാ. വന്നാൽ ഒരു മുസ്ലിമിന് നിരാശ പാടില്ല എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ.